രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. വിദ്വേഷഭക്തിയാൽ രാമനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇത് രാവണൻ്റെ ഉള്ളിലുള്ള രഹസ്യമാണ്. ഇതാരോടും രാവണൻ വ്യക്തമാക്കുന്നേയില്ല. വ്യക്തമാക്കിയാൽ പോയി. അതുകൊണ്ട് ആരോടും ഇത് പറയുന്നില്ല. മണ്ഡോദരിയോട് പോലും തൻ്റെ ഈ വിദ്വേഷഭക്തിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് എപ്പോഴും ഉള്ളിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. ആളുകൾ നോക്കിക്കഴിയുമ്പോഴേക്കും രാവണൻ നിരന്തരമായിട്ട് രാമനെതിരെ വിവിധങ്ങളായ കരുക്കൾ നീക്കുന്നു, രാമനെതിരെ അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് മാത്രമേ ആർക്കും കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവണൻ എന്ത് ചെയ്തു? ഈ ഒരു പദ്ധതി തയ്യാറാക്കി. സീത എങ്ങനെ മോഷ്ടിക്കും? രാമനും ലക്ഷ്മണനും പർണശാലയിലുള്ളപ്പോഴേക്കും സീതയെ മോഷ്ടിക്കാൻ പറ്റൂല. അവരെ അവിടെ നിന്നിട്ട് അകറ്റണം. അതിനാർക്ക് സാധിക്കും? എങ്ങനെ സാധിക്കും? മനസ്സിൽ ബുദ്ധി തോന്നി. മാരീചന് സാധിക്കും. മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. മാരീചൻ്റെ ആശ്രമത്തിലേക്ക് എപ്പോഴാണ് സമയം? അത് രാത്രിയായി. അപ്പോഴാണ് മാരീചൻ്റെ ആശ്രമത്തിലേക്ക് കൂടെ തൻ്റെ അകമ്പടിക്കാരാരുമില്ലാതെ ഏകനായിട്ട്, കാരണം ഇത് രഹസ്യമായിട്ടുള്ള നീക്കാണ്, അതുകൊണ്ട് വേറെ ആരും സഹായികളാരും കൂടെ ഉണ്ടാകാൻ പാടില്ല. ഏകനായിട്ട് രാവണൻ ആരും അറിയാതെ അവിടെ ചെന്നു. മാരീചൻ ഇത് കണ്ടു. രാവണൻ വരുന്നത് ഈ രാത്രിയിൽ. എന്താ രാവണൻ ഇങ്ങനെ വരാൻ? എന്തോ കുഴപ്പമുണ്ട് മാരീചന് മനസ്സിലായി. അന്ന് രാമനെ അഭയം പ്രാപിച്ചതുകൊണ്ടാണ് താൻ രാമൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നിട്ട് ഇവിടെ ലങ്കയിൽ വന്ന് രാമനെ തന്നെ ചിന്തിച്ച് ഇങ്ങനെ ഭയത്തോടു കൂടിയിട്ട് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്ത്, സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിതത്തെ തപോമയമാക്കി താൻ ചെയ്ത ആ കുറ്റങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് അങ്ങനെ ശാന്തനായി കഴിയാണ് മാരീചൻ. ജീവിതം തപസ്സിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. രാക്ഷസീയമായ പ്രവൃത്തികൾ കൊണ്ട് ശാന്തി ഉണ്ടാവില്ല എന്ന് മാരീചൻ അന്ന് ബാലകനായ രാമലക്ഷ്മണന്മാരോട് ഏറ്റുമുട്ടിയപ്പോഴേക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അങ്ങനെ കഴിയുന്ന തൻ്റെ സമീപത്തേക്ക് രാവണൻ ഈ അർദ്ധരാത്രിയിൽ വന്നിരിക്കുന്നു. യഥായോഗ്യം അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തി കാരണം ചോദിച്ചു. മുറയ്ക്ക് രാവണൻ്റെ അമ്മാവനാണ് മാരീചൻ. രാവണനോട് കാരണം ചോദിച്ചു, വരവിൻ്റെ ഉദ്ദേശം ചോദിച്ചു. രാവണനെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ സഹോദരിയോട് ആ മനുഷ്യർ കാണിച്ചതായ ആ അതിക്രമത്തിന് പ്രതികാരം ചെയ്തേ പറ്റൂ. അതിന് രാമൻ്റെ പത്നിയായിരിക്കുന്ന സീതയെ അപഹരിക്കണം. അതിന് നിൻ്റെ സഹായം വേണം. നല്ലൊരു പൊന്മാനായിട്ട് അവിടെ ആ ആശ്രമത്തിന് സമീപത്തേക്ക് ചെല്ലുക. സീതയുടെ മനസ്സിനെ ആകർഷിക്കുക. അപ്പോൾ ഈ പൊന്മാന് തനിക്ക് വേണം എന്ന് സീത രാമനോട് ആവശ്യപ്പെടും. അങ്ങനെ രാമനെ ആ ആശ്രമത്തിൽ നിന്നിട്ട് അകറ്റുക. എന്നിട്ട് ബുദ്ധിപൂർവകമായിട്ട് സന്ദർഭോചിതമായ തന്ത്രം പ്രയോഗിച്ച് ലക്ഷ്മണനെയും അകറ്റുക. ഈ സമയത്ത് ഞാൻ സീതാദേവിയെ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് ലങ്കയിലേക്ക് വരുന്നുണ്ട്. ആരും അറിയാതെ രാവണൻ തൻ്റെ പദ്ധതി അറിയിച്ചു. ഇത് കേട്ടപ്പോഴേക്കും മാരീചൻ വിറച്ചുപോയി. മാരീചൻ ചോദിച്ചു, ആരുപദേശിച്ചത്? മൂലനാശനമായ കാര്യം നിന്നോട്, അവൻ നിന്നോട് ശത്രുവല്ലോ. നിനക്കാരാ ഇത് പറഞ്ഞു തന്നേ? ഇത് വേരറുത്ത് കളയുന്ന കാര്യമാണ്. നിന്നെ വംശത്തോടൊപ്പം ഇത് തകർത്ത് കളയും. നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധി നിനക്ക് ആരോ ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ആരാണ് നിനക്ക് ഉപദേശിച്ചത്? അവൻ നിൻ്റെ ശത്രുവാണ്, യാതൊരു സംശയവുമില്ല. നിൻ്റെ ഹിതൈഷിയാണ് എന്നൊക്കെ അഭിനയിച്ച് നടക്കുന്നു. നിന്നെ സംഹരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ
രാമനുമായി നിന്നെ ഏറ്റുമുട്ടുവാനുള്ള സാഹചര്യം ഒരുക്കി തരികയാണ്. അല്ലയോ രാവണ, രാമൻ ആരെന്ന് എനിക്കറിയാം. രാമൻ ബാലകനായിരുന്നപ്പോൾ തന്നെ, ആ ലക്ഷ്മണനും ബാലകനായിരുന്നപ്പോൾ തന്നെ ഞാൻ സുബാഹുവിനോടും വലിയ രാക്ഷസപ്പടയോടൊപ്പം ചെന്നിട്ട് രാമനോട് ഏറ്റുമുട്ടി അദ്ദേഹത്തിൻ്റെ ആയുധബലത്തിൻ്റെയും യുദ്ധവൈദഗ്ധ്യത്തിൻ്റെയും മികവ് അനുഭവിച്ചറിഞ്ഞതാണ്. അന്ന് തൊട്ട് എനിക്ക് രാമനെ പേടിയാണ്. രാമൻ എന്നുള്ള വാക്ക് കേട്ടാൽ മതി ഞാൻ വിറച്ചു പോകും. രാമനെന്ന് മുഴുവനായി കേൾക്കേണ്ട. പിന്നെയോ, മാമകേ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് അകതാരിൽ മാമകേ രാജരത്ന രമണീ രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാമനെന്ന് പറഞ്ഞാൽ ഞാൻ ഉറച്ചു പോകും. പക്ഷേ രാമനെന്ന് തന്നെ പറയണ്ട. ആരെങ്കിലും രാജാവെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ രമണി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ രത്നം എന്ന് പറഞ്ഞാൽ മതി. അതിലൊക്കെ ഒരു രായുണ്ടല്ലോ, രേഭം എന്ന് പറയും ഭാഷാശാസ്ത്രം അനുസരിച്ചിട്ട്. രാ എന്നുള്ള അക്ഷരം രായുണ്ടല്ലോ വാൽമീകി രാമായണത്തിൽ. ഇവിടെ ഈ മാരീചൻ്റെ വാക്യം നമുക്ക് ഇങ്ങനെ കേൾക്കാം: രകാരാദീനി നാമാനി രാമ ത്രസ്തസ്യ രാവണ. രാമാത് ത്രസ്തസ്യ രാവണ. അല്ലയോ രാവണ, രാമനിൽ നിന്ന് സംഭീതനായിരിക്കുന്ന എനിക്ക് രകാരത്തിൽ രേഭത്തിൽ ആരംഭിക്കുന്ന, രാ എന്നുള്ള അക്ഷരത്തിൽ ആരംഭിക്കുന്ന വാക്കുകളുണ്ടല്ലോ. രത്നാനിജ രഥാശ്ചൈവ, രത്നമെന്നും രഥമെന്നുമുള്ളതായ വാക്കുകൾ. അതാരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ പറഞ്ഞാൽ തന്നെ വിത്രാസം ജനയന്തിമേ, എൻ്റെ ഉള്ളിൽ ഭയത്തെ ഉളവാക്കുന്നു. രാ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ മോഹാലസ്യപ്പെട്ടു പോകും. അതാണ് രാമൻ്റെ ആ അദ്ഭുത പരാക്രമം എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നതായ ഭയം. ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ. രാമൻ മനുഷ്യനല്ല, നാരായണനാണ്, പരമാത്മാവാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. ഞാനിതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞ്, നാരദാദികളായിരിക്കുന്ന മുനിശ്രേഷ്ഠന്മാർ അവരെനിക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ രാമൻ്റെ ഓരോരോ വൃത്താന്തങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള വിവിധങ്ങളായ അവതാര കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രാമനോട് ഏറ്റുമുട്ടാനായിട്ട് പുറപ്പെടരുത്. ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചത് കാരണം പരമാത്മാവ് തന്നെ ഇങ്ങ് ഭൂമിയിലേക്ക് വന്നതാണ് രാമൻ എന്നറിഞ്ഞുകൊള്ളുക. ഇങ്ങനെ മാരീചൻ രാവണന് സൽബുദ്ധി ഉപദേശിച്ചു കൊടുത്ത അവസരത്തിൽ രാമൻ വന്നിരിക്കുന്നത് രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങോട്ട് ചാടിക്കയറി വഴക്കിന് പോകരുത്, രാമനെ ആശ്രയിക്കുക, രാമനെ പൂജ ചെയ്യുക, എങ്കിൽ നിനക്ക് സൗഖ്യത്തോടുകൂടി ഈ ഭൂമിയിൽ വാഴാം എന്നൊക്കെ മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാൻ. രാവണൻ മറുപടി പറയുകയാണ്: ഈ ലോകത്ത് നിന്നെപ്പോലെ ഒരു ബുദ്ധിഹീനനെ ഞാൻ കണ്ടിട്ടില്ല. രാവണൻ്റെ മറുപടിയാണ്. ഇത്രയും അജ്ഞാനം അല്ലയോ മാരീച്ച അങ്ങയുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നേ. നീ എന്താ പറഞ്ഞത്? രാമൻ നാരായണനെന്നോ? എങ്ങനെയാകും? നാരായണനെ ആശ്രയിക്കാനോ നീ എന്നോട് പറഞ്ഞ്? എങ്കിൽ എങ്ങനെ രക്ഷപ്പെടാനാകും? ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാ, പരമാത്മാവായിരിക്കുന്ന ഈ ലോകത്തിനെല്ലാം അതീതനായിരിക്കുന്ന ശ്രീനാരായണസ്വാമി തന്നെ പത്മസംഭവനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ ജനിച്ചവനായിരിക്കുന്ന ബ്രഹ്മാവിനോട് ഞാൻ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിക്കാമെന്ന് സത്യം ചെയ്തിട്ട് ഈ ഭൂമിയിൽ മർത്യനായി, ദശരഥന് പുത്രനായി, രാമനായി അവതരിച്ചതാണ്. എന്തൊക്കെയാണല്ലോ നീ പറഞ്ഞേ, അത് നീ പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ സാധിക്കും രക്ഷപ്പെടാൻ രാമൻ്റെ കയ്യിൽ നിന്ന്? സത്യസങ്കല്പനായ മർത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലോ, സത്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലോ
ഭൂമിയിൽ മർത്യനായി മനുഷ്യനായി പിറന്ന് എന്നെ കൊല്ലാനായി ഭാവിച്ച് ഇങ്ങോട്ട് വന്നു ചേരുന്നത് സത്യസങ്കല്പനായിരിക്കുന്ന തൻ്റെ സങ്കല്പത്തെ എന്നെന്നും സത്യമായിട്ട് തന്നെ നിലനിർത്തുന്ന സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവനായ ആ പരമാത്മാവ് തന്നെയാണെങ്കിൽ അദ്ദേഹം ബ്രഹ്മാവിനോട് പറഞ്ഞ വാക്ക് പരിപാലിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലല്ലോ. അദ്ദേഹം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ലല്ലോ. എങ്കിൽ പിന്നെ ഔവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ? അങ്ങനെ നടക്കില്ല. രാവണനെ കൊല്ലാൻ പറ്റില്ല എന്ന് വരുത്തി തീർക്കാനുള്ള സാമർഥ്യം ആർക്കുണ്ട് ഈ ഭൂമിയിൽ? എനിക്കുണ്ടാവില്ല. ഭഗവാൻ തന്നെയാണ് തീരുമാനമെടുത്ത് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ, ആ ഭഗവാൻ തന്നെയാണ് ഈ രാമനെങ്കിൽ, അതല്ലെന്ന് വരുത്താൻ ഞാൻ വിചാരിച്ചാലും പറ്റില്ല, നീ വിചാരിച്ചാലും പറ്റില്ല. നിന്റെ ഈ ഉപദേശമെല്ലാം നിഷ്പ്രയോജനം. നന്നു നിന്ന് അജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും. നിന്റെ അജ്ഞാനം കൊള്ളാം, വിവരക്കേട് കൊള്ളാം. നീ ഇത്രയും ബുദ്ധിഹീനനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വരുന്ന രാമനുണ്ടല്ലോ നാരായണനൊന്നുമല്ല. നാരായണനാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം നിറവേറ്റും. അതല്ലെന്ന് വരുത്തി തീർക്കാൻ ഉള്ള മാർഗമാണല്ലോ നീ പറഞ്ഞു തന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണല്ലോ നീ പറഞ്ഞു തന്നത്. അത് നടപ്പിലാവൂല. അല്ലെന്ന് വരുത്താൻ ലോകത്തിൽ ആർക്ക് ശക്തിയില്ല. ഈ വരുന്നത് നാരായണനൊന്നുമല്ല, രാജാവായ ദശരഥൻ്റെ മകൻ, ഒരു മനുഷ്യൻ. അത്രേ ഉള്ളൂ. നീ ഈ ബുദ്ധിഹീനമായിട്ടുള്ള ഉപദേശങ്ങളൊന്നും എനിക്ക് തരണ്ട. നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പഞ്ചവടിയിലേക്ക് പുറപ്പെട്ടുകൊള്ളുക. അതല്ല എൻ്റെ വാക്ക് ലംഘിച്ചുകൊണ്ട് ഇവിടെ കഴിയാം എന്നാണ് വിചാരമെങ്കിൽ, ഈ നിമിഷം തന്നെ എൻ്റെ ചന്ദ്രഹാസത്തിന് നിന്നെ ഭക്ഷണമാക്കുന്നുണ്ട് ഞാൻ. രാവണൻ്റെ ആ ക്രോധം കണ്ട് മാരീചൻ ഞെട്ടിപ്പോയി. മാരീചൻ വിചാരിച്ചു, ഇവിടെ നിന്നാൽ രാവണൻ കൊല്ലും, അവിടെ ചെന്നാൽ രാമൻ കൊല്ലും, രണ്ടായാലും വധം ഉറപ്പ്. അപ്പോൾ ആരാൽ കൊല്ലപ്പെടണം എന്ന് തീരുമാനിക്കുക മാത്രമേ വേണ്ടൂ. നന്നല്ല, ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ, ദുഷ്ടൻ്റെ ആയുധം കൊണ്ട് മരണം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നന്നാവൂല, മോക്ഷത്തിന് കാരണമായി തീരില്ല, നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല. രാവണൻ പറഞ്ഞതുപോലെ തന്നെ മരീചനായിട്ട്, രാവണൻ പറഞ്ഞതുപോലെ തന്നെ പൊന്മാനായിട്ട് രാമൻ്റെ സമീപത്തേക്ക് പോകാം. ഭഗവാന്റെ ആമ്പേറ്റ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത സകല പാപങ്ങളും തീർന്ന് പരമമായിരിക്കുന്ന പദത്തിലേക്ക് ഉയർന്നു പോകാനായി സാധിക്കും എന്ന് വിചാരിച്ച് രാവണനോട് പറഞ്ഞു, രാവണ, നിന്റെ ആഗ്രഹമെന്തോ അത് ഞാൻ ഉടനെ നടപ്പിലാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞ് പൊന്മാനായിട്ട് ഭഗവാന്റെ ആശ്രമം കുടികൊള്ളുന്നതായ ആ മനോഹരമായ കാനനത്തിലേക്ക്, ജനസ്ഥാനത്തേക്ക് മാരീചൻ പുറപ്പെടുന്നു. ഇങ്ങനെ മാരീചൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതയോട് പറഞ്ഞു, നീ ഒരു കാര്യം വേണം, അതിനു മടിയാതെ നീ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയോ? രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷിരൂപേണ വരും അന്തികേ ജനകജെ. രാക്ഷസരാജാവായിരിക്കുന്ന രാവണൻ നിന്നെ ഇവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സന്യാസി വേഷം കെട്ടി ഇപ്പോൾ വരും. നീ ഒരു കാര്യം വേണം, അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. നീ അതിനൊരു കാര്യം ചെയ്യുക. നീ മായാസീതയെ, മായ കൊണ്ട് നിൻ്റെ അതേ രൂപത്തിലൊരു സീതയെ സങ്കല്പിച്ച് നിർമ്മിച്ചിട്ട് ഈ പർണശാലയിൽ നിർത്തുക. എന്നിട്ട് വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കുക. നീ അഗ്നിക്കുള്ളിൽ മറഞ്ഞിരിക്കുക. എത്ര കാലം തന്നെ രാവണവധം കഴിഞ്ഞുകൂടുവോളം, ഞാൻ രാവണനെ സംഹരിക്കുന്നത് വരെ. അതുവരെ നീ വന്യയിലിരിക്കുക, അഗ്നിയിലിരിക്കുക. ഇവിടെ മായാസീതയെ നിർത്തിയിട്ട് വേണം പോകാൻ. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോഴേക്കും സീതാദേവി അതേ പ്രകാരത്തിൽ തന്നെപ്പോലെ മായാസീതയെ തൻ്റെ സങ്കല്പത്താൽ സൃഷ്ടിച്ച് അവിടെ ആ ആശ്രമത്തിലാക്കിയിട്ട് വന്യയിലേക്ക് പ്രവേശിച്ചു.
ലക്ഷ്മണകുമാരൻ പോലും ഇതറിയുന്നില്ല, ലോകത്തിൽ ആരും അറിയുന്നില്ല. രാമനോടൊപ്പം ഇപ്പോൾ ആശ്രമത്തിലുള്ളത് മായാസീതയാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിയാതെ വലിയ അതീവ രഹസ്യമായിട്ട് രാമായണത്തിൻ്റെ ഉള്ളിൽ നിൽക്കും. ഇങ്ങനെ ഭഗവാൻ സീതയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം രാമായണത്തിലെ മുഖ്യമായിരിക്കുന്ന കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത് നാം ഇവിടെ കാണുന്നു. നാളെ രാത്രി 8:30 ഇതേപോലെ നമുക്ക് ഒരുമിച്ച് കൂടാം. തുടർന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ഈ ലീല നേരിട്ട് കാണുവാനുള്ള സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കാം. അതിന് ഗുരുനാഥൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്വന്തം ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.